ഹായ് മക്കളെ, ക്രാക്ക് NCERT-യിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് +2 കെമിസ്ട്രിയിലെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒരു NCERT ക്വസ്റ്റൻ. വളരെ രസകരമായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. നോക്കണേ നിങ്ങൾ. FeSO4 solution is mixed with NH4 twice SO4 solution in 1:1 molar ratio gives the test of Fe2 plus ion. But CuSO4 solutions mixed with aqueous ammonia in 1:1 molar ratio does not give the test of Cu2 plus ion. Explain why. ഈ ചോദ്യം ഏത് ചാപ്റ്ററിൽ നിന്നാണ് വന്നത് എന്ന് പോലും നമുക്ക് തോന്നാത്ത വിധത്തിലാണ്, അറിയാത്ത വിധത്തിൽ, മനസ്സിലാക്കിയെടുക്കാൻ പറ്റാത്ത വിധത്തിലാണ് ചോദ്യം. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ചോദ്യം. അതെ, നോക്കണേ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്. FeSO4 സൊല്യൂഷനും NH4 twice SO4 എന്ന് പറയുന്ന സൊല്യൂഷനും 1:1 മോളാർ റേഷ്യോയിൽ മിക്സ് ചെയ്തു. FeSO4 ഒന്നെടുക്കുകയാണെങ്കിൽ NH4 twice SO4 ഒന്നെടുക്കുകയാണ്. അങ്ങനെ 1:1 അത് മിക്സ് ചെയ്തു. അങ്ങനെ മിക്സ് ചെയ്ത് കിട്ടുന്ന അത് എന്താണോ അതിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, Fe2 പ്ലസ് അയൺ ഉണ്ടോ എന്നതിന്റെ ഒരു ടെസ്റ്റ് ചെയ്യുകയാണ്. Fe2 പ്ലസിന്റെ ഒരു ടെസ്റ്റ് ചെയ്യുന്നു. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം Fe2 പ്ലസിന്റെ ഒരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് പോസിറ്റീവ് ആയിട്ടാണ് കിട്ടുന്നത്. അതായത് അതിൽ Fe2 പ്ലസ് ഉണ്ട് എന്നതാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. നോക്കെ, ഗിവ്സ് ദ ടെസ്റ്റ് ഓഫ് Fe2 പ്ലസ് അയൺ. അതായത് Fe2 പ്ലസിന്റെ അയണിന്റെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ Fe2 പ്ലസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അത് വളരെ ഈസി ആണല്ലോ, അത് ഉണ്ടായിരിക്കുമല്ലോ സാർ. Fe2 പ്ലസ് എന്തായാലും ഉണ്ടല്ലോ, എന്തായാലും അതിനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ Fe2 പ്ലസ് കിട്ടുമല്ലോ, അത് അത്ര വലിയ കാര്യമാണോ എന്ന് തോന്നിയേക്കാം. ബട്ട് രണ്ടാമത്തെ കേസ് നോക്കുകയും അതേപോലെ CuSO4 ഇസ് മിക്സ്ഡ് വിത്ത് അക്വസ് അമോണിയ. CuSO4 നമ്മൾ അക്വസ് അമോണിയ 1:4 എന്ന് പറയുന്ന മോളാർ റേഷ്യോയിൽ മിക്സ് ചെയ്താൽ അവിടെ Cu2 പ്ലസ് ഉണ്ടോ എന്ന ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് തരുന്നില്ല. അവിടെ Cu2 പ്ലസ് ഇല്ല എന്നാണ് പറയുന്നത്. Cu2 പ്ലസ് 1 മോളാർ എടുക്കുകയാണെങ്കിൽ അമോണിയ 4 മോളാർ എടുക്കുന്നു. അങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്തൊരു സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ, അത് മിക്സ് ചെയ്തൊരു സാധനം ഉണ്ടാക്കുമ്പോൾ അതിൽ Cu2 പ്ലസ് ഉണ്ടോ എന്ന ടെസ്റ്റ് നോക്കുമ്പോൾ അവിടെ Cu2 പ്ലസ് ഇല്ല എന്നാണ് പറയുന്നത്. വെറും CuSO4 മാത്രം നമ്മൾ ആ ടെസ്റ്റ് ചെയ്താണെങ്കിൽ ഇവിടെ Cu2 പ്ലസ് ഉണ്ട് എന്ന് കാണിച്ചേനെ. നമ്മൾ അമോണിയ കൂടെ ചേർക്കുന്ന സമയത്ത് 1:4 എന്ന് പറയുന്ന റേഷ്യോയിൽ അമോണിയ കൂടെ ചേർക്കുമ്പോൾ അവിടെ Cu2 പ്ലസ് ഉണ്ടോ നോക്കുമ്പോൾ ഇല്ലാതെ. അതെന്തുകൊണ്ടാണ് അവിടെ Cu2 പ്ലസ് നമുക്ക് കിട്ടാതിരുന്നത്? ഇവിടെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തപ്പോൾ Fe2 പ്ലസ് കിട്ടി, ഇവിടെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തപ്പോൾ നമുക്ക് Cu2 പ്ലസ് കിട്ടുന്നില്ല. കാരണം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. ഡബിൾ സാൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ ചാപ്റ്ററിലെ ഡബിൾ സാൾട്ട് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ, ഡബിൾ സാൾട്ടും നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെയും വളരെ അവരെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. ഡബിൾ സാൾട്ട് എടുത്താൽ അതിലുള്ള മുഴുവൻ ആളുകളും അയണുകളായിട്ട് മാറും. പക്ഷെ കോംപ്ലക്സ് അഥവാ കോർഡിനേഷൻ കോമ്പൗണ്ട് എടുത്താൽ മുഴുവൻ ആളുകളും അയണുകളായിട്ട് മാറില്ല. സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ള ആളുകളൊക്കെ സേഫ് ആയിരിക്കും, അവർ അയണുകളായിട്ട് മാറില്ല. അതാണ് ഇവിടെ കിട്ടുന്നത്, അതാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ FeSO4 NH4 twice SO4 കൂടെ ചേർത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഡബിൾ സാൾട്ട് ആണ് കിട്ടുക. ഈ ഡബിൾ സാൾട്ടിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഡബിൾ സാൾട്ടിൽ നിന്ന് നമുക്ക് Fe2 പ്ലസുകൾ കിട്ടും, NH4 പ്ലസുകൾ 2 എണ്ണം കിട്ടും, പ്ലസ് SO4 2 മൈനസുകൾ 2 എണ്ണം കിട്ടും, 2 SO4 2 മൈനസുകൾ കിട്ടും. SO4 2 മൈനസ് 2 എണ്ണം കിട്ടും, NH4 പ്ലസ് കിട്ടും, Fe2 പ്ലസ്. അതിനാൽ തന്നെ ഇത് രണ്ടും കൂടെ ചേർന്നുണ്ടാകുന്ന ആ ഡബിൾ സാൾട്ടിൽ Fe2 പ്ലസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ Fe2 പ്ലസ് ഉണ്ട് എന്ന റിസൾട്ടാണ് നമുക്ക് കിട്ടുക. അതേപോലെ CuSO4 അമോണിയ ചേർത്താൽ എന്താ സംഭവിക്കുക? CuSO4 അമോണിയ നമ്മൾ ചേർത്താൽ എത്ര അമോണിയ ചേർക്കുന്നത്? 4 അമോണിയ ചേർക്കുകയാണ് അല്ലേ? 4 അമോണിയ ചേർക്കുകയാണ്. ഈ 4 അമോണിയ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് അറിയാം. അത് രണ്ടും കൂടി ചേർന്നിട്ടാണ് അറിയുക. NH3 SO4 എന്ന കോമ്പൗണ്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇതൊരു കോംപ്ലക്സ് കോമ്പൗണ്ട് അല്ലേ? പക്ഷെ ഇതെല്ലാം കൂടെ ചേർന്ന് സ്ക്വയർ ബ്രാക്കറ്റ് അപ്പുറത്താണ് ഉണ്ടായിരിക്കുക. ഇങ്ങനെ ഒരു കോംപ്ലക്സ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. റെഡി? ഇങ്ങനത്തെ ഒരു കോംപ്ലക്സ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന ഒരാളും അയണുകളായിട്ട് മാറില്ല. അതിനാൽ തന്നെ ഇതിൽ നിന്നും Cu2 പ്ലസുകളെ നമുക്ക് സെപ്പറേറ്റ് അയണുകളായിട്ട് വേർതിരിക്കാൻ പറ്റില്ല. ഇവിടെ Cu2 പ്ലസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ Cu2 പ്ലസ് ഇല്ല എന്നേ ഇത് റിസൾട്ടായിട്ട് കാണിക്കുള്ളൂ. കാരണം ഇവിടെ ഉണ്ടാകുന്നത് ഡബിൾ സാൾട്ടും ഇവിടെ ഉണ്ടാകുന്നത് ഡബിൾ സാൾട്ടും ഇവിടെ ഉണ്ടാകുന്നത് കോർഡിനേഷൻ കോമ്പൗണ്ടുമാണ്. അതിനാൽ വളരെ വൃത്തിയായിട്ട് ഇവിടെ ആൻസർ കൊടുത്ത് നോക്കുക. ഫെറസ് സൾഫേറ്റ് ആൻഡ് അമോണിയം സൾഫേറ്റ് ഫോർ മോർ സാൾട്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ കോമ്പൗണ്ട് തന്നെയാണ് മോർ സാൾട്ട് എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ ചേർന്നാൽ ഉണ്ടാകുന്ന ഇവനാണ് മോർ സാൾട്ട് എന്ന് പറയുന്നത്. ഒരു ഡബിൾ സാൾട്ടിന് എക്സാമ്പിൾ ആണ്. പക്ഷേ കോപ്പർ ഫോംസ് കോംപ്ലക്സ് വിത്ത് അമോണിയയും കോപ്പറും മറ്റും ചേർന്നാൽ ഒരു കോംപ്ലക്സ് ആണ് നമുക്ക് ഇവിടെ ഫോം ചെയ്യുന്നുണ്ടായിരിക്കുക. അതിനാൽ തന്നെ ഇതിന്
CO2+ കിട്ടില്ല. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. വളരെ വൃത്തിയായിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ചോദ്യങ്ങൾക്കായിട്ട് കാത്തിരിക്കുക. NCERT സീരീസ്, അതായത് ഈ ഒരു ക്രാക്ക് NCERT സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ താഴത്ത് ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായം താഴത്ത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും അടുത്തൊരു സബ്ജക്റ്റിൽ നിന്നും ഇതേ സബ്ജക്റ്റിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾക്കായിട്ട് കാത്തിരിക്കുക. വീണ്ടും കാണാം.